ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്തിരിക്കുമ്പോൾ ഉള്ള ഒരു ലുക്കാണ് കേട്ടോ അത്. ഇത് കണ്ടോ, നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ബീഫെല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ പിക്കിളും അതുപോലെ തന്നെ തൈര് സലാഡുമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് കൂടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ബീഫ് ബിരിയാണി. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിരിയാണിയിലേക്കുള്ള അരി ഉണ്ടല്ലോ, ഒരു 2-3 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഞാനിവിടെ കൈമ റൈസാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 1.5 കിലോഗ്രാം കൈമ റൈസ് വെച്ചിട്ടാണ് ഞാനിന്നിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലോട്ടുള്ള ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കാസ്റ്റ് അയൺ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഞാൻ 200 ml സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 50 മില്ലി അളവിൽ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ കാണുന്ന രീതിയിൽ അതുകൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഈ 1.5 കിലോഗ്രാമിലോട്ട് ഇത്രയും അളവിലാണ് ഓയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഈ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ട് ചൂടായതിന് ശേഷം ആദ്യം നമുക്കിതിലോട്ട് നമ്മുടെ അണ്ടി മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് കണ്ടോ, ഇത്രയും അണ്ടിപ്പരിപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് കളർ മാറി വരുന്ന സമയം നമുക്കതിലോട്ട് കുറച്ച് റൈസിൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിൻസിൻ്റെ കളർ നമുക്ക് മാറണ്ട കേട്ടോ. ഈ ഒരു കളറിലായി കിട്ടിയാൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇത് കണ്ടോ, ഈ ഒരു കളറിലാണ് നമുക്ക് മാറ്റി വെക്കേണ്ടത്. ഇനി ഞാൻ ഈ എണ്ണയിൽ നിന്ന് ഇത് മുഴുവനായിട്ട് കോരി മാറ്റി വെച്ച് ഇതിലോട്ട് ഓണിയനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഓണിയനാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടണം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇത് പ്ലേറ്റിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പരത്തി വെച്ച് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കട്ടോ. ഇത് നന്നായിട്ട് ചൂടാറട്ടെ. ബിരിയാണി മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെമ്പിലോട്ടാണ് ഞാനിവിടെ 1.5 കിലോഗ്രാം അളവിലാണ് ബീഫ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് നമ്മൾ ബിരിയാണിയിലോട്ട് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ബിരിയാണിയിലോട്ട് ഉപയോഗിക്കാൻ. നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനും ചാൻസ് ഇല്ല. ഈ ഒരു കുറച്ച് വലിപ്പം കൂടിയ പീസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 1/2 കിലോഗ്രാം അളവിൽ തക്കാളി ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ അതിലോട്ടായിട്ട് ഒരു 400 ഗ്രാം സവാളയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാ കണ്ടില്ലേ, സവാളയെ ഞാൻ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചെടുത്തതാണ്. ഇത് കണ്ടില്ലേ, 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരഞ്ഞു കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ അരച്ചെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ്, അതായത് 15 വെളുത്തുള്ളിയോളം ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ചതച്ചെടുത്തതാണ്. ഇനി ഞാനൊരു 15 പച്ചമുളക് ഈ കാണുന്ന രീതിയിൽ ചതച്ചെടുത്ത് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളകും അരഞ്ഞ് പോകരുത്. ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ബിരിയാണി കഴിക്കാനായിട്ട്. ഇനി ഒരു 4 ഇല്ലി കറിവേപ്പില ഈ കാണുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം 1 കപ്പ് അളവിൽ
തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് തൈരാണ് ഞാൻ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ബിരിയാണിയിലോട്ട് കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ബിരിയാണി കഴിക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പച്ചമല്ലിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മസാല ആയിരിക്കും കേട്ടോ ഈ രീതിയിൽ ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ബിരിയാണി മസാലയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബിരിയാണി മസാലയാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് കൈകൊണ്ട് ഈ കാണുന്ന രീതിയിൽ കുഴച്ചെടുത്ത് ഇവിടെ മാറ്റി വെക്കണം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു വലിയൊരു ചെറുനാരങ്ങ ഈ കാണുന്ന രീതിയിൽ പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട് ഉപകരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുനാരങ്ങ ഈ സമയം ആഡ് ചെയ്യുന്നത്. അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് നമുക്കിതിനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. ഞാനിവിടെ ദം ചെയ്തെടുക്കുന്നതും വിറകടുപ്പിലാണ്. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ വിറകടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഗ്യാസ് അടുപ്പിൽ അഥവാ നിങ്ങൾ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ കുക്കറിൽ ബീഫ് ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. അതായത് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിലോട്ട് ആഡ് ചെയ്ത് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതിനെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഞാനിതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില, മല്ലിയില, പുതിനയില ഇത് 3 എണ്ണം ഈ സമയമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലോട്ടായിട്ടുള്ള ഇലകളെല്ലാം ഈ സമയത്ത് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ അടുപ്പിലോട്ട് തന്നെ ഞാനിവിടെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ അരി വേവിച്ചെടുക്കാനായിട്ടാണ്. അതിലോട്ട് ഞാൻ കുറച്ച് ഏലക്കായ, അതുപോലെ തന്നെ ഗ്രാമ്പു, പട്ട ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അരി കൂടി ആഡ് ചെയ്തു. നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 70% വേവായി കിട്ടിയാൽ നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾ നെയ്ച്ചോറുണ്ടാക്കിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഈ കാണുന്ന രീതിയിൽ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ദം ചെയ്തെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഇടയിലായിട്ട് ഇടുമ്പോൾ നല്ലൊരു ഭംഗിയാവുമല്ലോ കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 70% വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരി. ഈ സമയത്താണ് നമ്മൾ നേരത്തെ മസാലയിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ഇലകളുണ്ടല്ലോ അത് മിക്സാക്കി കൊടുക്കാൻ. എന്നാൽ നമ്മുടെ ഈ ഇലകളിൽ ഉള്ള ഈ സ്മെല്ലൊന്നും പോകില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ബിരിയാണി കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഇത് ഊറ്റിയിട്ട് കൊടുക്കാം. ഈ കാണുന്ന രീതിയിൽ ഊറ്റിയിട്ട് അതിൻ്റെ ഇടയിലോട്ടായിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓണിയനും അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും ഉണ്ടല്ലോ അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ആ രീതിയിൽ വേണം നമ്മളിതിനെ ദം ചെയ്തെടുക്കാൻ. ഈ രീതിയിൽ കുറച്ച് ചോറ് ഊറ്റിയിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇത് ഇട്ട് കൊടുത്ത് അങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്ത ഓണിയൻ തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ. നല്ലൊരു സ്മെല്ലാവും നമ്മുടെ ബിരിയാണിയുടെ സ്മെല്ലും, അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ലൊരു കളർഫുള്ളും ആയിരിക്കും നമ്മുടെ ഈ ബിരിയാണിക്ക് ഫ്രൈ ചെയ്ത ഓണിയൻ ചേർത്താൽ. ഈ സമയം നമുക്ക് നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിലുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് മുഴുവനായിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു തവി ഉപയോഗിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാൽ എല്ലാ ഭാഗത്തും നമുക്കിത് എത്തിക്കിട്ടും. എന്നിട്ട് ഇതിനെ അരമണിക്കൂർ നേരം ദം ചെയ്തെടുക്കാം. ഈ സമയം തീ ഉണ്ടാകരുത് കേട്ടോ. നല്ല കണലിൽ വേണം നമ്മളിതിനെ ദം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ദം പൊട്ടിച്ച് ഈ കാണുന്ന രീതിയിൽ ഇതിനെ മിക്സാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ദം കിട്ടിയിട്ടുണ്ട്.
നമ്മൾ ഈ ദം പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ റൈസ് പൊട്ടിപ്പോകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. റൈസ് പൊട്ടിപ്പോയാൽ നമ്മുടെ ബിരിയാണി കാണാനായിട്ട് ഒരു ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ ഒരു പരുവത്തിലാവും, ചക്കക്കൂട്ടാൻ വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ സമയം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ നന്നായിരിക്കും. അതുപോലെ ഇതിലെ ബീഫ് കണ്ടില്ലേ, നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇനി ഞാനിതിനെ സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ്. സെർവ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തൈര് സലാഡും അതുപോലെ തന്നെ നാരങ്ങ പിക്കിളും എല്ലാം കൂട്ടിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബിരിയാണി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്